ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വറവലാണ്. നമ്മളിത് വഴുതനങ്ങ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അതുപോലെ തന്നെ വഴുതനങ്ങ ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാനുള്ള ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് കളറിലുള്ള വഴുതനങ്ങ ആയാലും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളമാണ്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് ഈ മഞ്ഞൾ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴേ ഈ വഴുതനങ്ങയുടെ കളറ് മാറാതെ നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വഴുതനങ്ങ പെട്ടെന്ന് തന്നെ അങ്ങ് കറുത്തു പോകും. ഇനി ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഒരുപാടങ്ങ് ചെറുതായി പോകരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞു പോകും. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് എല്ലാം ഇതേപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന വഴുതനങ്ങ എല്ലാം കട്ട് ചെയ്തിട്ട് ദാണ്ട ഈ മഞ്ഞളിട്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വഴുതനങ്ങ കുറച്ച് അരിയുള്ളതായിരുന്നു, അപ്പോൾ അതിൻ്റെ അരിയൊക്കെ ഒന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കടുക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടുകും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ആ സമയം ഞാനതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. വഴുതനങ്ങയിലെ വെള്ളനനവ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ പൊട്ടിത്തെറിക്കും. ഇനി ഇത് 1 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി മാറി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ വഴുതനങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടണം. ഇതിനകത്തിലൊക്കെ ഉള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല രീതിയിൽ തന്നെ വഴണ്ട് കിട്ടും. ഇത് ഉടഞ്ഞൊന്നും പോകത്തില്ല. സാധാരണ രീതിയിൽ നമ്മൾ വഴുതനങ്ങയൊക്കെ ഉണ്ടാക്കുമ്പോഴേ വഴുതനങ്ങ മെഴുക്കുപുരട്ടി ആയാലും വഴുതനങ്ങ വെച്ചുള്ള കറി ആയാലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയാണ്. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴേ അതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും അതുപോലെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് ഒരുപാടങ്ങ് കറിവേപ്പില അങ്ങ് മൂത്ത് പോകും. അതുകൊണ്ട് നമ്മളിത് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ദാണ്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ്. നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴേ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലകളെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ വഴുതനങ്ങ വറവലിന്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ വഴുതനങ്ങ വഴറ്റുന്ന സമയത്തൊന്നും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞു പോകും. വഴുതനങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഈ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ വേണ്ട ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് മസാലയൊക്കെ നമ്മുടെ വഴുതനങ്ങയിൽ പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകത്തില്ല. നമ്മൾ ആ ഉപ്പ് ചേർക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി, വഴുതനങ്ങ കുഴഞ്ഞു പോകില്ല. ഇനി ഈ മസാലകളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ വഴുതനങ്ങയിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം.
മസാലയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം, അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്ന രീതിയിൽ നമ്മളിതിനകത്തിലെ പെരുംജീരകവും ചെറിയ ജീരകവും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. സാധാരണ നമ്മൾ മെഴുക്കുവരട്ടി കഴിക്കുന്നത് പോലെ അല്ല ഇത്. അപ്പോൾ അതാണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മസാലകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കാനുള്ളത്. 2 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വാളൻ പുളി ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് എടുത്തിട്ടുള്ളതാണ്. നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വാളൻപുളി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങാ നീരും ചേർത്ത് കൊടുക്കാം. ആ പുളിവെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് നേരം, 1 മിനിറ്റ് വേണ്ട, കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ പുളിയും മസാലയൊക്കെ നമ്മുടെ വഴുതനങ്ങ നല്ല രീതിയിൽ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതൊന്ന് തുറന്നിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പുളിവെള്ളവും അതുപോലെ മസാലയും എല്ലാം നല്ലതുപോലെ വഴുതനങ്ങയിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വഴുതനങ്ങയൊക്കെ കാണുമല്ലോ. ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.